പിണറായി സഖാക്കൾക്ക് മാത്രമല്ല ബി.ജെ.പിക്കും വി.ഡി. സതീശൻ്റെ തോൽവി തന്നെയാണ് ലക്ഷ്യം. സതീശനെ മണ്ഡലത്തിൽ പോയി തോൽപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാകണം പറവൂരിലെ തന്നെ കോൺഗ്രസ് നേതാവിനെ ബി.ജെ.പി. റാഞ്ചിയത്. പറവൂരിലെ കോൺഗ്രസ് നേതാവും മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സണുമായ വത്സല പ്രസന്നകുമാറാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നത്. സതീശൻ്റെ മണ്ഡലമായതുകൊണ്ടും തോൽപ്പിക്കാനുള്ളൊരു പദ്ധതി ഉള്ളതുകൊണ്ടും വത്സലയെ വലിയ വാർത്തയാക്കി മാറ്റണം എന്നുള്ളതുകൊണ്ട് മാരാർജി ഭവനിൽ നേരിട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് അവരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. പറവൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി അവരെ തന്നെ മത്സരിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സതീശൻ സഭയിൽ വന്നാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിയായി വന്നാലോ CPM ബി.ജെ.പി. ബാന്ധവവും അതുപോലെ തന്നെ അഴിമതിയിൽ കുളിച്ച ഭരണവും നന്നായി തന്നെ അന്വേഷിക്കും. അതോടെ CPMൻ്റെ പലരും അകത്താകുമെന്ന ഭയവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സതീശനെ തോൽപ്പിക്കണമെന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന് മാത്രമല്ല, പിണറായി വിജയൻ്റെയും വലിയ ആഗ്രഹമാണ്. വത്സല പ്രസന്നകുമാറിൻ്റെ വരവ് വേഗത്തിലാക്കിയതും അതുതന്നെയാണ്. വത്സലയുടെ ബി.ജെ.പിയിലേക്കുള്ള വരവിലൂടെ വികസിത പറവൂർ എന്ന ലക്ഷ്യം സാധ്യമാകുമെന്നാണ് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. കേരളത്തിലെ തന്നെ ഏറ്റവും അധികം വികസനം നടന്നിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പറവൂർ. അത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം എന്നുള്ള നിലയിൽ അത് ഏറ്റവും വേഗത്തിൽ സാധിക്കുകയും ചെയ്തു. അവിടെയാണ് വികസനം നടന്നിട്ടില്ല എന്ന വ്യാജേന ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി CPMും ബി.ജെ.പിയും ഒരുപോലെ അധരവ്യായാമം നടത്തുന്നത്. 10 വർഷം പറവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് ഈ വത്സല പ്രസന്നകുമാർ. അതുപോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയും ഒക്കെ വഹിച്ചിട്ടുണ്ട്. 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുമായും പൊതുരംഗത്തു നിന്നും അകന്ന് വിശ്രമജീവിതം നയിക്കുകയായിരുന്നു വത്സല പ്രസന്നകുമാർ. ഇപ്പോഴാണ് ബി.ജെ.പിയിലേക്ക് പോകാനുള്ള വലിയൊരു ദാഹം അവർക്ക് തോന്നിയത്. പറവൂരിൽ 2022 ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം സംഘടിപ്പിച്ച ഒരു ഘോഷയാത്രയുടെ ഉദ്ഘാടകയായി വത്സല പ്രസന്നകുമാർ എത്തിയതൊരു വിവാദമായിരുന്നു. അതവർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വക്താവ് RV ബാബു അടക്കം പങ്കെടുത്ത പരിപാടിയിലായിരുന്നു ഇവർ ഉദ്ഘാടകയായി എത്തിയത്. അന്നു മുതൽ കോൺഗ്രസിൻ്റെ ആശയമായ മതേതരത്വത്തിൽ വെള്ളം ചേർത്ത വത്സലയെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അതിപ്പോൾ ബി.ജെ.പിയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഒരു കാരണമായി എന്ന് പറയുന്നു. മാറാനുള്ള കാരണമൊന്നും ഈ പറയുന്നതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെയാണ് വത്സല ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തുന്നത്. പറവൂരിൽ വത്സലയെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ എതിരാളിയായി വത്സല എത്തും. ജയിക്കാനുള്ള വോട്ടൊന്നുമില്ലെങ്കിലും നല്ല പണമൊഴുക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. എന്ന് വത്സലയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും KPCC ജനറൽ സെക്രട്ടറിയും 10 കാലം മുനിസിപ്പൽ ചെയർപേഴ്സണായും ഒക്കെ ഉള്ള പദവികൾ വഹിച്ച വത്സലയുടെ മാറ്റത്തിന് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടി പെറ്റമ്മയ്ക്ക് വില പറഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിലെ അഭിനവ യുദാസ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി.